2024 ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഒരു വർഷം പെട്ടെന്നങ്ങ് പോയി. ഒരുപാട് പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല, വിജയിക്കാൻ കഴിഞ്ഞില്ല. 2024 ഒരു വേസ്റ്റ് ഇയർ ആണെന്ന് പറയുന്ന ധാരാളം ആളുകളുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ 2024 ഒരു ഗംഭീര വർഷമാണ് എന്ന് പറയുന്ന ആളുകളുമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ വർഷം, സക്സസ് ആയ വർഷം എന്ന് പറയുന്ന ആളുകളുമുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു 2024? 2024-നായിരുന്നോ പ്രശ്നം? അതല്ല, നമുക്കായിരുന്നു പ്രശ്നം. മാസങ്ങളും ദിവസങ്ങളും ഇനിയും കടന്നു പോകും. 2025-ലേക്ക് നമ്മളിങ്ങനെ കടക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. 2024-ൽ നമ്മൾ പരാജയത്തിൻ്റെ രുചി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നും നേടാൻ പറ്റാത്ത, ഒന്നും ഉണ്ടാക്കാൻ കഴിയാതെ പോയൊരു വർഷമാണെങ്കിൽ 2025 കുതിപ്പിൻ്റെ വർഷമാക്കാൻ നമ്മൾ തയ്യാറാകണം. അതിനുള്ള 1-2 കാര്യങ്ങൾ കേട്ട് പഴകിയത് തന്നെയാണ്, പക്ഷേ അതിനൊരിക്കലും മധുരം നഷ്ടപ്പെടുന്നില്ല. അങ്ങനെയുള്ള 2 കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക മാത്രമാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. കാരണം ഇന്ന് 2024 ഡിസംബർ 31. നാളെ പുലരിയിൽ നമ്മൾ ഒരുപാട് പ്രതിജ്ഞയോട് കൂടിയിട്ടാണ് കടന്നു വരുന്നത്. ഞാൻ മാറും, ഞാൻ നന്നാകും, എൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ആകും, എൻ്റെ ബിസിനസ് ഇമ്പ്രൂവ് ആകും, ഞാൻ ഇനി നന്നാകും, എൻ്റെ മടി മാറും, അലസത മാറും തുടങ്ങിയതെല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 2025 വരവേൽക്കാൻ ഒരുങ്ങുന്നത്. പലപ്പോഴും ഒരുപാട് പ്ലാനിങ്ങുമായിട്ട് വന്ന ആളുകൾക്ക് പലരും ചെയ്യാൻ കഴിയാറില്ല. ഒന്നും ചെയ്യാൻ കഴിയാതെ പോകുന്ന വർഷങ്ങളുണ്ടാവാറുണ്ട്. 2 കാര്യങ്ങൾ നിങ്ങൾ 2025 വേണ്ടി ചെയ്യാൻ തയ്യാറുണ്ടോ? ഈ 2 കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ലൈഫിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കൂടെയുള്ള എൻ്റെ കോച്ചിങ്ങിൻ്റെ ഭാഗമായി നിൽക്കുന്ന, പ്രത്യേകിച്ചും ചാണക്യ പ്രീമിയം കോച്ചിങ്ങിലിരിക്കുന്ന അംഗങ്ങളോട് ചെയ്യാൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യം. ഒന്നാമത്തെ കാര്യം, 2025-ൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന മേജറായിട്ടുള്ള നിങ്ങളുടെ ഏറ്റവും വലിയ ഗോളുകൾ എന്താണെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കുക. എന്താണ് അത്, എത്രത്തോളം അച്ചീവ് ചെയ്യാൻ പോകുന്നു? ഇപ്പോൾ ഞാൻ 2025-ൽ 10 പുതിയ ബിസിനസ്സുകളാണ് തുടങ്ങാൻ പോകുന്നതെന്ന് വിചാരിക്കുക. ഓരോ ബിസിനസ്സും എന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്? 2025 ഡിസംബർ 31-ൽ അതിൻ്റെ ടേൺ ഓവർ ഏകദേശം എത്രയായിട്ടുണ്ടാകും, അതിൻ്റെ ലാഭം എത്രയായിട്ടുണ്ടാകുമെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങളുടെ ഗോൾ എന്താണെന്നും നിങ്ങൾ എന്താണ് ആ ഗോളിന് അച്ചീവ് ചെയ്യാൻ പോകുന്നതെന്നും വളരെ കൃത്യമായിട്ട് എഴുതി വെക്കുക, ലിസ്റ്റ് ഔട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഒരു വിഷ്വൽ പിക്ചർ ക്രിയേറ്റ് ചെയ്യുക. ഒരു വിഷൻ ബോർഡ് എന്നൊക്കെ പറയും. ആ വിഷ്വൽ പിക്ചർ ക്രിയേറ്റ് ചെയ്യുക. ആ വിഷ്വൽ പിക്ചർ ഉണ്ടാക്കിയിട്ട് അത് നിങ്ങളുടെ മൈൻഡിലേക്ക് നിരന്തരമായിട്ട് നിങ്ങൾ കൊടുത്തു വിട്ടുകൊണ്ടിരിക്കണം. 2025 മാർച്ചിൽ ഞാൻ ചെയ്യാൻ പോകുന്ന ഇതാണ്, ഏപ്രിൽ ചെയ്യാൻ പോകുന്ന ഇതാണ്, ഈ സക്സസ്സിലേക്ക് ഞാൻ എത്തും എന്നുള്ളത് നിങ്ങൾ നിരന്തരമായിട്ട് റിമൈൻഡ് ചെയ്യണം. നിങ്ങളിപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2024 ഡിസംബറിൽ നമ്മൾ എന്ത് ചെയ്യും, പ്ലാനൊക്കെ സെറ്റ് ചെയ്യും, ഗോൾ സെറ്റ് ചെയ്യും, അത് എവിടെയെങ്കിലൊക്കെ എഴുതി വെക്കും. പിന്നെ നമ്മൾ തന്നെ അത് മറക്കും. 2025 ഡിസംബർ പകുതി ആകുമ്പോഴേക്കും നമ്മൾ തന്നെ നമ്മുടെ ഗോളിനെക്കുറിച്ച് മറന്നു, നമ്മുടെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം മറന്നു. നിങ്ങൾ നിങ്ങളുടെ ഗോളിനെ മറക്കാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമതായി ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മളൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കുക. ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഓഫീസിലൊരു വിഷൻ ബോർഡ് ഉണ്ടാവും. എൻ്റെ ഓഫീസിൻ്റെ ടേബിൾ, എൻ്റെ വീട്ടിലൊരു ഓഫീസുണ്ട്, ഞാൻ ഇരിക്കുന്ന സ്ഥലം, അവിടെയും എൻ്റെ വിഷൻ ബോർഡ് കാണാൻ പറ്റും. എൻ്റെ ബെഡ്റൂമിൽ ഞാൻ കിടക്കുന്നതിൻ്റെ തലയോട് ചേർന്നിട്ടുള്ള സ്ഥലത്തും ഈ വിഷൻ ബോർഡ് കാണാം. ഞാൻ രാവിലെ എണീക്കുമ്പോൾ ആ വിഷൻ ബോർഡ് കാണും, ഓഫീസിൽ വന്ന വിഷൻ ബോർഡ് കാണും, ഓഫീസിൽ പോയിട്ട് വൈകുന്നേരം എൻ്റെ വർക്ക് കാര്യങ്ങൾ ക്ലാസ് എടുക്കാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ചെയ്ത സ്ഥലത്തും ഞാനത് കാണും. നിരന്തരമായിട്ട് എൻ്റെ ഗോളിൽ നിന്ന് ഓടി ഒളിക്കാൻ, എൻ്റെ ഗോൾ എന്നെ റിമൈൻഡ് ചെയ്യുന്നതിൽ നിന്ന്, എനിക്ക് ജനുവരിയിൽ ചെയ്യാനുള്ള കാര്യം ഇതാണ്, അത് ചെയ്യുന്നതിൽ നിന്ന് എന്നെ മടിയനാക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നും ഞാൻ അവശേഷിപ്പിക്കില്ല. മറിച്ച് എന്നെ കൂടുതൽ പ്രവർത്തിക്കാൻ, എനിക്ക് മൊബൈൽ എടുത്ത് അലസമായിട്ടിരിക്കാൻ തോന്നുന്ന സമയത്ത്, അല്ല നിനക്ക് ഇവിടെ പണി ബാക്കിയുണ്ട്, ഈ ജനുവരിയിലുള്ള പണി ബാക്കിയുണ്ട്, ഫെബ്രുവരിയിലെ പണി ബാക്കിയുണ്ടെന്ന് നിങ്ങളുടെ ഗോൾ ബോർഡ് റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ സേവർ ഇതാക്കി വെക്കുക. ഫോൺ എടുക്കുമ്പോൾ നിങ്ങളുടെ ഗോൾ നിങ്ങളെ റിമൈൻഡ് ചെയ്യണം. സോ ഈ രീതിയിൽ ഒരു ഗോൾ റിമൈൻഡർ നിങ്ങളുടെ മൈൻഡിൽ വെക്കുക. ദിസ് ഇസ് ദ വൺ തിങ്. 2ാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഗോളിന് വേണ്ടിയിട്ട് ഒരു 1% ആക്ടിവിറ്റി ഡെയിലി ചെയ്യുക. നിങ്ങളുടെ ഗോൾ അനുസരിച്ചുള്ള പ്രയോറിറ്റി സെറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 1-2 കാര്യങ്ങൾ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഡെയിലി ചെയ്യുക. ഡെയിലി ആ കാര്യത്തിന് വേണ്ടി, ഒരുപാട് സമയം ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി പ്രയോറിറ്റി ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് 10 മിനിറ്റോ അരമണിക്കൂറുള്ള കാര്യം നിങ്ങൾ ചെയ്യുക. നിങ്ങൾ നിലവിലുള്ള റുട്ടീൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ തിരക്കിലായിരിക്കും, മറ്റു കാര്യങ്ങളിൽ നിങ്ങൾ തിരക്കിലായിരിക്കും. എന്നാൽ പോലും നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് അരമണിക്കൂർ ഡെയിലി മാറ്റി വെക്കുന്നുവെങ്കിൽ, പഠനങ്ങൾ പറയുന്നത് ഒരു വർഷം നിങ്ങൾ ഈ ഒരു പാറ്റേണിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ 2024 ഡിസംബർ 31 ഇന്നുള്ളതിൻ്റെ 37 ഇരട്ടി നിങ്ങൾ വളരുമെന്നാണ്. 37 ഇരട്ടി നിങ്ങളുടെ സമ്പത്ത് വളരും, നിങ്ങളുടെ സക്സസ് വളരും, ബിസിനസ്സിൻ്റെ ഗ്രോത്ത് വളരുമെന്നാണ്. സക്സസ് എന്ന് പറയുന്നത് ഒരു ദിവസത്തിൽ സംഭവിക്കുന്ന വലിയ കാര്യമല്ല, മറിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ കൃത്യമായ ലക്ഷ്യബോധത്തോടു കൂടി നിരന്തരം ചെയ്യുന്ന ഡിസിപ്ലിനാണ് സക്സസിൻ്റെ സീക്രട്ട്. ആ സക്സസ്സിലേക്ക്, ആ ഗോളിലേക്ക് നിങ്ങളുടെ ഹെൽത്ത് കൊണ്ടുവരാം, ഫാമിലി കൊണ്ടുവരാം, നിങ്ങളുടെ ഫൈനാൻസ് കൊണ്ടുവരാം, ബിസിനസ് ഗ്രോത്ത് കൊണ്ടുവരാം, കരിയർ ഗ്രോത്ത് കൊണ്ടുവരാം, എന്തും കൊണ്ടുവരാം. പക്ഷേ 2025
നമ്മുടേതാക്കണം. 2025 നഷ്ടപ്പെട്ടു, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന 25 ഡിസംബർ ആവരുത് നമ്മുടെ ഡിസംബർ. സക്സസ്ഫുള്ളായിട്ട് അഭിമാനത്തോടു കൂടി 2025 വാസ് മൈ ഇയർ എന്ന് പറയുന്ന രീതിയിലേക്കുള്ള അഭിമാനം തോന്നുന്ന ഇയറായി മാറട്ടെ. 2025 നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗംഭീര വിജയത്തിൻ്റെ, സക്സസിൻ്റെ, വലിയ വലിയ സ്വപ്നങ്ങൾ നേടാൻ കഴിയുന്ന സമൃദ്ധിയുടെ, ആരോഗ്യത്തിൻ്റെ, സന്തോഷത്തിൻ്റെ വർഷമായി മാറട്ടെ. എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും നല്ലൊരു അടിപൊളി ന്യൂ ഇയർ ആശംസകൾ.